വെൻ ഇറ്റ് കംസ് ടു മെയിൻസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ SND എന്ന് പറയുന്ന പ്രാഥമിക പരീക്ഷകൾക്ക് വരുന്നൊരു ടോപ്പിക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ഉണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ അതിനകത്തും ഒക്കെ നമുക്ക് പഠിക്കേണ്ട ഒരു ഏരിയയാണ് ഹ്യൂമൻ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ബേസിക്കലി നമ്മൾ 2 ടൈപ്പിൽ സർക്കുലേറ്ററി സിസ്റ്റംസ് പഠിക്കും അല്ലെങ്കിൽ പറയാറുണ്ട്. ഒന്ന് ഓപ്പൺ സർക്കുലേഷനും 2 ക്ലോസ്ഡ് സർക്കുലേഷൻ. യെസ്, വെൽക്കം മൈ ഡിയർ PSC ആസ്പിറൻസ് ടു അനദർ സെഷൻ ഓഫ് സഹകാരി PSC. നമ്മളിന്ന് മറ്റൊരു സെഷനാണ് എന്ന് പറഞ്ഞു തുടങ്ങിയെങ്കിലും നിങ്ങൾ ആസ്പിറൻസിന് അറിയാവുന്നത് ഞാൻ നിങ്ങൾക്ക് ജിയോഗ്രഫിയുമായിട്ട് എത്തിയിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്കുമായിട്ടും എത്തുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സയൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് വെൻ ഇറ്റ് കംസ് ടു മെയിൻസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ SND എന്ന് പറയുന്ന പ്രാഥമിക പരീക്ഷകൾക്ക് വരുന്നൊരു ടോപ്പിക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ഉണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ അതിനകത്തും ഒക്കെ നമുക്ക് പഠിക്കേണ്ട ഒരു ഏരിയയാണ് ഹ്യൂമൻ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. യൂഷ്വലി ചോദ്യങ്ങൾ വരുന്ന മേഖലയുമാണ്. യൂഷ്വലി ചോദ്യങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ എല്ലാ ചോദ്യപേപ്പറുകളിലും ഇതിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് കാണുന്ന പരീക്ഷകളിലെല്ലാം ഹ്യൂമൻ ബോഡി റിലേറ്റഡ് ക്വസ്റ്റ്യൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ നമ്മൾ പോകെ പല ക്വസ്റ്റ്യൻസ് കണ്ടിരിക്കുന്ന രീതികളും മറ്റുമൊക്കെ നമ്മൾ നോക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും അത്തരത്തിലുള്ള ഹ്യൂമൻ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷനാണ്. അത് മറ്റൊന്നുമല്ല, ഹ്യൂമൻ ബോഡിയിൽ എല്ലാ മേഖലകളും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പോലും നമുക്കൊന്നും അങ്ങനെ ഒഴിച്ചു നിർത്താൻ പറ്റില്ല. ഏതൊരു അവയവത്തെയും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് കരുതി നമുക്ക് മാറ്റി നിർത്തൽ അസാധ്യമാണ്. എല്ലാ അവയവങ്ങളും അതിൻ്റേതായ പ്രവർത്തനങ്ങൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് കൃത്യമായ ഒരു ജീവിതം സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കാം. സോ ഹ്യൂമൻ ബോഡീനെ സംബന്ധിച്ചിടത്തോളം എവറി പാർട്ട് ആൻഡ് എവറി ഓർഗൻ ഇസ് ഈക്വലി ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം. എന്നിരുന്നാലും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന അത്തരത്തിൽ ഒരുപാട് ഓർഗൻസ് ഉള്ളതിൽ പല ഓർഗൻസും സാധാരണയായി കോർഡിനേറ്റഡ് ആയിട്ട് പണിയെടുക്കാറുണ്ട്. അതായത് ഒരു പ്രത്യേക പർപ്പസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ ശരീരത്തിലുള്ള പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുന്നതിന് വേണ്ടിയിട്ട് ചില ഓർഗനുകൾ പലപ്പോഴും കൂട്ടായ പരിശ്രമത്തിലൂടെ ചില പ്രവർത്തനങ്ങൾ നിർവഹിക്കാറുണ്ട്. അത്തരം കൂട്ടായ്മകളെ നമ്മൾ പൊതുവിൽ സിസ്റ്റംസ് എന്ന രീതിയിൽ വിളിക്കാറുണ്ട്. അതായത് ഓർഗൻ സിസ്റ്റംസ്, അല്ലെങ്കിൽ എന്താണോ ആ ഫങ്ഷനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് അല്ല ആ ഫങ്ഷൻ സിസ്റ്റം എന്ന രീതിയിൽ നമ്മൾ പറയാറുണ്ട്, ഫങ്ഷണൽ സിസ്റ്റംസ്. അപ്പോൾ അത്തരത്തിൽ ഒന്നിലധികം ഓർഗൻസ് കൂട്ടായ പരിശ്രമത്തിലൂടെ ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബോഡിക്കുള്ളിൽ പരിശ്രമിക്കുന്ന പ്രവർത്തനങ്ങളുള്ള ഒരു മേഖലയാണ്, അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള സിസ്റ്റത്തെ നമുക്ക് എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ എന്തായിട്ട് വിളിക്കാം? സർക്കുലേറ്ററി സിസ്റ്റം എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. അവിടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഹൃദയവും ശ്വാസകോശവും ഹാർട്ടും ലങ്സും ഒക്കെ തന്നെ, ഹാർട്ട്, ലങ്സ്, ബ്ലഡ് വെസൽസ്, മറ്റു കാര്യങ്ങളൊക്കെ തന്നെ കൂടെ പരിശ്രമിച്ചുകൊണ്ട് ഒരു കോമൺ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് സിസ്റ്റംസ്. അപ്പോൾ ഓർഗനുകളുടെ കൂട്ടായ്മകളിലൂടെ വരുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് സിസ്റ്റംസ് എന്ന രീതിയിലും കൂടി വിളിക്കാൻ സാധിക്കുന്നറിയാം. സോ സർക്കുലേറ്ററി സിസ്റ്റം എന്ന ഒരു പ്രധാന പോർഷനിലേക്കാണ് ഇന്നത്തെ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം എവ്രി വൺ ടു സഹകാരി PSC's ലൈഫ് സയൻസ് സെഷൻ. സാധാരണയായി നമ്മൾ തുടങ്ങുന്നത് പോലെ തന്നെ മേഖല ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ എന്നുള്ള പരിചയപ്പെടുത്തലിൻ്റെ ഭാഗമായി നമുക്ക് ഇതിൽ നിന്നും വന്നിരിക്കുന്ന ചോദ്യങ്ങളെ ഒന്ന് കണ്ടുപോകാറുണ്ട്. ഉദാഹരണം ചോദ്യങ്ങൾ മാത്രമാണ് ഇത് മാത്രമൊന്നുമല്ല, ഇതിന് പുറമെ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ വേറെയൊക്കെ വരാറുണ്ട്. മനുഷ്യ ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം ഏത് എന്നൊരു ചോദ്യം. അതിൻ്റെ ഓപ്ഷനുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവേ, നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. പിന്നീട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഉത്തരങ്ങൾ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. അതുപോലെ ജീവികളും ഹൃദയത്തിൻ്റെ അറകളും സംബന്ധിച്ചൊരു മാച്ച് ദ ഫോളോയിങ് ചോദ്യം ചോദിച്ചിരിക്കുന്നു. പാറ്റ, പല്ലി, പക്ഷി, മത്സ്യം എന്നതിൻ്റെയൊക്കെ അറകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. അതിന് ജോഡികളും കൃത്യമായ ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. അതിൽ ശരിയായ ഇതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ഇതൊക്കെ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണെന്ന് ആലോചിക്കണം. അതുപോലെ രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര്, രക്തത്തിൻ്റെ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗാവസ്ഥ, അതായത് കൊഴുപ്പ് കൂടിയാൽ എന്തൊക്കെ രോഗാവസ്ഥ ഉണ്ടാകും എന്നുള്ളത് അറിയാമെങ്കിലാണ് കൊഴുപ്പ് കൂടുന്നത് മുഖാന്തരം അല്ലാതെ ഉണ്ടാകുന്ന രോഗാവസ്ഥയെ പറ്റി നമുക്ക്, അല്ലെങ്കിൽ ആ രോഗാവസ്ഥയെ തിരിച്ചറിയാൻ സാധിക്കുക. ബാക്കി എല്ലാ ആൾക്കാരും എന്ത് കാരണം വരുന്നതാണ്? കൊഴുപ്പ് കൂടുതൽ ഉണ്ടാകുന്നത് കാരണം വരുന്നതാണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള
ഡീറ്റെയിൽസ് ഒക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഈ മേഖലകളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ളത് മാത്രമല്ല, ഇതിന് എന്താ പറയുക, ഇതിലും ടഫായിട്ടുള്ള വളരെയധികം സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെയും ഈ ഒരു സിസ്റ്റംസിൽ നിന്നൊക്കെ നമുക്ക് ചോദിക്കാൻ ഇടയുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് മനസ്സിലാക്കി പോകേണ്ടതുണ്ട് ഈ ഒരു സെഷനിൽ. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ അവർ സർക്കുലേറ്ററി സിസ്റ്റം. എസെൻഷ്യലി നമ്മുടെ ഒരു സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ പറയുന്ന നെറ്റ്വർക്കുകൾ ഉണ്ടാകുമെന്ന് പറയുന്നുവെങ്കിലും ഇതിനകത്തൊരു ചെറിയ ഒരു ക്ലാരിഫിക്കേഷൻ കൂടി വരുത്താറുണ്ട്. സർക്കുലേഷൻസ് 2-3 തരം സർക്കുലേഷൻസ് ഉണ്ട്. അതിലൊരു തരം സർക്കുലേഷൻസിൻ്റെ ഒരു സർക്കുലേഷനിലാണ് പ്രത്യേകിച്ച് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ. അപ്പോൾ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിലൊക്കെ എന്ത് കാണാൻ സാധിക്കും? ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലറീസ് പോലെയുള്ള ബ്ലഡ് പമ്പ് ചെയ്യാനുള്ള കൃത്യമായ ചാനലുകളുടെ പ്രസൻസ് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ആ ബ്ലഡ് പമ്പ് ചെയ്യാനുള്ള മെക്കാനിസങ്ങളായ കാപ്പിലറികളുടെയും വെയിൻസിൻ്റെയും ആർട്ടറികളുടെയും ഒക്കെ ഒരു നെറ്റ്വർക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു നെറ്റ്വർക്ക് കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു സർക്കുലേറ്ററി സിസ്റ്റം രീതിയാണ് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പ്രൈമറി റോൾ എന്താ ഈ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ? എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഹാർട്ടും ലങ്സും ഒക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത്? 2-3 കാര്യങ്ങളുണ്ട്. എസെൻഷ്യലി നമ്മുടെ ബോഡിക്കകത്ത് നമ്മൾ പറയാറില്ലേ, ഉച്ചി മുതൽ പാദം വരെ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഉച്ചി മുതൽ പാദം വരെയുള്ള കംപ്ലീറ്റ് ഓർഗൻസും കംപ്ലീറ്റ് ടിഷ്യൂസും കംപ്ലീറ്റ് സെൽസും നമ്മൾ ഇന്ന് കാണുന്ന പോലെ ലൈവായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ ഇന്ന് പുറമേ കാണുന്ന പോലെ തന്നെ ലൈവായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സെൽസിനെല്ലാം തന്നെ, സെല്ലുകൾക്കെല്ലാം തന്നെ ആവശ്യങ്ങളുണ്ട്, റിക്വയർമെൻറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ്? അപ്പം നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മൾ തന്നെ പറയാറില്ല, നമുക്ക് ശ്വാസം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മരണപ്പെട്ടു പോകും. നമുക്ക് ശ്വാസം ആവശ്യമുണ്ട്, ഓക്സിജൻ്റെ ആവശ്യകതയുണ്ട്. എന്തിനു വേണ്ടിയിട്ട് നമുക്ക് ഓക്സിജൻ ആവശ്യമുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിലെ എല്ലാ സെല്ലുകൾക്കും എന്താവശ്യമുണ്ട്? ഇതേ ഓക്സിജൻ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കണം. അതുപോലെ നമ്മൾ ആഹാരം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ന്യൂട്രിയൻസും മിനറൽസും ഒക്കെ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ന്യൂട്രിയൻസും മിനറൽസും വൈറ്റമിൻസും ഒക്കെ ആർക്കും കൂടി വേണ്ടിയിട്ടാണ്? നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലുകൾക്കും എത്തിച്ചേരേണ്ടതാണ്. അപ്പോൾ സെല്ലുകൾക്ക് അല്ലെങ്കിൽ ടിഷ്യൂസിനൊക്കെ ന്യൂട്രിയൻസും ഹോർമോണുകളും എൻസൈമുകളും അല്ലെങ്കിൽ ഓക്സിജനും ഒക്കെ തന്നെ ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇരിക്കുന്നു. ഈ വിരലിൻ്റെ തുമ്പിലുള്ള ഒരു സെല്ലിലും എത്തണം, കാൽവിരലിൻ്റെ തുമ്പിലുള്ള സെല്ലിലും എത്തണം, തലയ്ക്ക് മുകളിൽ തലച്ചോറിലുള്ള ഓരോ സെല്ലിലും ഈ പറയുന്ന രീതിയിൽ ന്യൂട്രോൺസ് അല്ലല്ലോ, ന്യൂട്രിയൻസും ഓക്സിജനും ഇതെല്ലാം എത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ശ്വസിക്കുന്നത് വഴി നമുക്ക് കിട്ടുന്ന ഓക്സിജൻ, അല്ലെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കുന്നത് വഴി ആമാശയത്തിലേക്ക് പോകുന്ന, സ്റ്റൊമക്കിലേക്ക് പോകുന്ന ആഹാരത്തിൽ നിന്നുള്ള ന്യൂട്രിയൻസ്, ഇതെല്ലാം സ്റ്റൊമക്കിലും ലങ്സിലും നിന്ന് ഈ പറയുന്ന എല്ലാ പ്രദേശങ്ങളിലേക്കും എത്തിച്ചേരണമല്ലോ. ആ എത്തിച്ചേരൽ നിറവേറ്റുന്ന, ആ ഒരു കർത്തവ്യം ഏറ്റെടുത്തിരിക്കുന്ന, ആ ഡ്യൂട്ടി ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആൾ നമ്മുടെ ബോഡിക്കകത്ത് ബ്ലഡാണ്, രക്തം. അപ്പോൾ എന്താ ബ്ലഡിൻ്റെ എസെൻഷ്യൽ പർപ്പസ്? രക്തം നഷ്ടപ്പെടുമ്പോൾ എന്തുകൊണ്ട് ആൾക്കാർ മരണപ്പെടുന്നത്? ഇതാണ് കാര്യം. ഈ രക്തമാണ് അല്ലെങ്കിൽ ബ്ലഡാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ സെല്ലുകളിലേക്കും ആവശ്യമായ ന്യൂട്രിയൻസും ഓക്സിജനും മറ്റും ഒക്കെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഓക്സിജൻ സപ്ലൈ നിന്ന് കഴിഞ്ഞാൽ സെൽസ് ഡെഡാവും. സെൽസ് ഡെഡായാൽ എസെൻഷ്യലി ടിഷ്യൂ ഡാമേജ് ഉണ്ടാവും. ടിഷ്യൂസ് കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? ഓർഗൻസ് നിർമ്മിച്ചിരിക്കുന്നുള്ളതുകൊണ്ട് ടിഷ്യൂ ഡാമേജുകൾ ഇവൻച്വലി എന്തിന് കാരണമാകും? ഓർഗൻസിൻ്റെ ഡെത്തിന് അല്ലെങ്കിൽ ഓർഗൻ ഡാമേജിന് കാരണമാകും. ഇവൻച്വലി ഡെത്ത് സംഭവിക്കും. ഇതാണ് സംഭവിക്കുന്നത്. പിടികിട്ടിയോ? അതാണ് ബ്ലഡ് ലോസ് മരണത്തിന് കാരണമാകുന്നതെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ primary role of this circulatory mechanism is what? To maintain or to make sure that this blood is getting circulated to the entire parts of the human body. Human bodyയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മൾ ഈ പറഞ്ഞ മെസ്സഞ്ചർ, എന്തിൻ്റെ മെസ്സഞ്ചർ എന്ന് പറഞ്ഞുകൂടാ, കാരിയർ ഓഫ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ആയ ബ്ലഡ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിച്ചേരുന്നതിന് വേണ്ടി നമ്മുടെ ബോഡിയിൽ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദി പ്രൈമറി റോൾ ഓഫ് ദി സർക്കുലേറ്ററി സിസ്റ്റം? ടു പ്രൊവൈഡ് എസെൻഷ്യൽ മിനറൽസ്, ന്യൂട്രിയൻസ്, ഹോർമോൺസ് എക്സെട്ര ടു വേരിയസ് പാർട്സ് ഓഫ് ദി ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയുടെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക്, എല്ലായിടങ്ങളിലേക്കും ആവശ്യമായ ഓക്സിജനും ന്യൂട്രിയൻസും ഹോർമോണുകളും മറ്റുമൊക്കെ സപ്ലൈ ചെയ്ത് കൊടുക്കുക എന്ന ഫംഗ്ഷനാണ് സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പ്രധാന പണി എന്നുള്ളതാണ് പറയുന്നത്. It is also responsible for collecting the metabolic waste and toxins from the cells and tissues to be purified or expelled from the body. അപ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ ഈ സെല്ലുകളിലേക്ക് ഓക്സിജൻ കൊടുക്കുക, ന്യൂട്രിയൻസ് കൊടുക്കുക എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ വേസ്റ്റ് ഉണ്ടാവുന്നില്ലേ? നമ്മൾ കഴിക്കുന്ന ആഹാരം മുഴുവൻ നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യുന്നില്ല, അതിൽ കുറേയൊക്കെ വേസ്റ്റ് ആയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്.
നമ്മൾ ശ്വസിക്കുന്ന ശ്വാസത്തിലും എല്ലാം ഈ ഉള്ളിലേക്ക് എടുക്കുന്ന എയർ മുഴുവനും ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അതിലും കുറേ വേസ്റ്റ് തിരിച്ച് ഞാൻ എക്സ്പെൽ ചെയ്യുമ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ട്. അതായത് നമ്മുടെ ബോഡിക്കകത്ത് ഈ ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ കൺസ്യൂം ചെയ്യുന്നതിനോടൊപ്പം തന്നെ വേസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മെറ്റബോളിക് വേസ്റ്റ്. മെറ്റബോളിസം എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്ന വിവിധ തരം ബയോകെമിക്കൽ റിയാക്ഷനുകളെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് വിളിക്കുക. അപ്പോൾ ആ ബോഡിക്കുള്ളിൽ നടക്കുന്ന പല ആക്ഷനുകൾ മൂലം ധാരാളം മെറ്റബോളിക് വേസ്റ്റ് നമ്മുടെ ബോഡിക്കുള്ളിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റിനെ ജനറേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് പ്യൂരിഫൈ ചെയ്യേണ്ട ഏജൻറ്റുകളുണ്ടല്ലോ നമ്മുടെ ബോഡിക്കകത്ത്. ഇപ്പോൾ ലിവർ ആയിക്കോട്ടെ, കിഡ്നി ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ പ്യൂരിഫൈങ്ങിന് വേണ്ടിയിട്ട്, ടോക്സിൻസിനെ പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലിവർ ഇരിക്കുക. വേസ്റ്റ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കിഡ്നി ഇരിക്കുക. അതൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ പറയുന്ന വേസ്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റുകളിലേക്ക് പലയിടങ്ങളിലും ഉണ്ടാകുന്ന വേസ്റ്റ് കളക്ട് ചെയ്ത് കൊണ്ടെത്തിച്ചു കൊടുക്കണം. ഈ പണിയും ചെയ്യുന്ന ആര് തന്നെയാണ്? ബ്ലഡ് തന്നെയാണ്. കിട്ടുന്നുണ്ടോ? അപ്പോൾ എസെൻഷ്യലി സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കിൽ ഓർഗനുകൾക്ക് ഓക്സിജനും ബ്ലഡും ഒക്കെ എത്തിച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ പറയുന്ന ഓർഗനുകളിൽ നിന്നൊക്കെ ടോക്സിൻസും വേസ്റ്റും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കളക്ട് ചെയ്ത് പ്യൂരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എക്സ്പെൽ ചെയ്യുന്നതിന്, ഫോർ എക്സാമ്പിൾ ലങ്സ് എന്നാണെന്നുണ്ടെങ്കിൽ ലങ്സ് നമ്മളത് എക്സ്പെൽ ചെയ്ത് കളയുക ചെയ്യുന്നത്, പ്യൂരിഫൈ ചെയ്യാനൊന്നും പോകാറില്ല അല്ലേ? അപ്പോൾ ഒന്നുകിൽ എക്സ്പെൽ ചെയ്യുന്നതിന് അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന റോള് മാർക്കുണ്ട് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിനുണ്ട്. ആ ജോലി ചെയ്യുന്നത് ആര് തന്നെയാണ്? ബ്ലഡ് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. നമ്മുടെ ബോഡിയിലെ സർക്കുലേഷൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് സർക്കുലേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ ബോഡിയിലെ ഹ്യൂമൻ ബോഡി സർക്കുലേഷനിലാണ് ആ ഒരു നെറ്റ്വർക്ക് ഉള്ളതെന്ന് പറഞ്ഞു. ഏത് നെറ്റ്വർക്ക്? ബ്ലഡ് വെസൽസിൻ്റെ, അതായത് കാപ്പിലറീസിൻ്റെയും വെയിൻസിൻ്റെയും ആർട്ടറീസിൻ്റെയും ഒക്കെ ഒരു നെറ്റ്വർക്ക് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതല്ലാണ്ട് വേറെ സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ടോ? ഉണ്ട്. ബേസിക്കലി നമ്മൾ 2 ടൈപ്പിൽ സർക്കുലേറ്ററി സിസ്റ്റംസ് പഠിക്കും അല്ലെങ്കിൽ പറയാറുണ്ട്. ഒന്ന് ഓപ്പൺ സർക്കുലേഷനും 2 ക്ലോസ്ഡ് സർക്കുലേഷനും. ഇതൊക്കെ സർക്കുലേഷൻസ് ഉണ്ട് മക്കളെ. ഓപ്പൺ സർക്കുലേഷനും ഉണ്ട്, ക്ലോസ്ഡ് സർക്കുലേഷനും ഉണ്ട്. ഓപ്പണും ഉണ്ട്, ക്ലോസ്ഡും ഉണ്ട്. എന്താണ് ഈ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആൻഡ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ ഹ്യൂമൻ സർക്കുലേഷനിലേക്ക് പോകുമ്പോൾ ഉള്ള ചിത്രമാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ അതിലേക്ക് വരാം. ഓക്കെ, ആരൊക്കെയാണ് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് അതിനകത്തേക്ക് വരാം. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം, ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡ് വെസൽസും കാപ്പിലറീസും ആർട്ടറീസും ഒന്നും ഇല്ലാതെ ഒരു ബ്ലഡ് പമ്പിങ് ഓർഗൻ നമ്മുടെ ശരീരത്തിലുടനീളം ബ്ലഡ് പമ്പ് ചെയ്ത് നമ്മുടെ ബോഡിക്കകത്തുള്ള ഓർഗൻസ് അല്ലെങ്കിൽ ബ്ലഡിൽ കുളിച്ച് കിടക്കുകയാണെന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ ബോഡിക്കകത്ത് പ്രത്യേകിച്ച് ബ്ലഡ് വെസൽസ് ഒന്നുമില്ല, എന്നാൽ ഒരു ഹൃദയമുണ്ട് ബ്ലഡിനെ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കരുതിക്കും. പക്ഷേ ഈ പമ്പിങ് മെക്കാനിസം ബ്ലഡിന് ചുമ്മാ ഇങ്ങനെ എല്ലായിടത്തേക്കും പമ്പ് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കും. പക്ഷേ എൻ്റെ ബോഡിക്ക് കൃത്യമായ ബ്ലഡ് വെസൽസോ ചാനലുകളൊന്നുമില്ല. ഈ പമ്പ് ചെയ്ത് പോകുന്ന ബ്ലഡിന് പോകാൻ പ്രത്യേകിച്ച് ചാനലൊന്നും ഇല്ലെങ്കിൽ എൻ്റെ ശരീരത്തിലുള്ള എൻ്റയർ ഓർഗൻസും ഈ ബ്ലഡിൽ കുളിച്ച് കിടക്കണ മാതിരിയായിരിക്കും ഉണ്ടാവുക. ശരിയല്ലേ? അതിനെയാണ് നമ്മൾ ഓപ്പൺ സർക്കുലേഷൻ എന്ന് പറയുക. അതായത് ബ്ലഡിന് കടന്നു പോകുന്നതിന് വേണ്ടി സ്പെഷ്യലൈസ്ഡ് ചാനലുകളോ ബ്ലഡ് വെസൽസോ പോലുള്ളവയോ ഒന്നും ഉണ്ടാകാതെ ഒരു പമ്പിങ് മെക്കാനിസം ബ്ലഡിനെ ബോഡിയിൽ എൻ്റയർലി സർക്കുലേറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു സാഹചര്യത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് വിളിക്കുക. So an open circulatory system is one in which the blood is not always contained within blood vessels. Blood vessels nullil contain cheyan nikkunna condition. Instead, the fluid is pumped by the heart into the body cavity called a hemocoel. അപ്പോൾ ഹീമോസീൽ എന്ന് ഇത് പൊതുവിൽ നമ്മൾ ഈ പറയുന്ന മാതിരി എന്താ പറയുക ഹയർ ലെവൽ ഓഫ് ഓർഗാനിസംസിലൊന്നും കാണൂല. ലോവർ ലെവൽസ് ഓഫ് ഓർഗാനിസംസിലാണ് ഓപ്പൺ സർക്കുലേഷൻ കാണുക. അങ്ങനെ ആ ഒരു ബോഡി ക്യാവിറ്റിയിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്ത് വിടുമല്ലോ. അപ്പോൾ ആ ബോഡി ക്യാവിറ്റി വിളിക്കുന്ന പേരാണ് ഹീമോസീൽ എന്ന് പറയും. ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്ത് ബോഡി ക്യാവിറ്റികളിലേക്ക് നിറയുന്ന ആ ബോഡി ക്യാവിറ്റി, എൻ്റെ ബോഡിക്കകത്തുള്ള ക്യാവിറ്റിയിലേക്ക് ബ്ലഡ് വന്ന് നിറഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ ബോഡി ക്യാവിറ്റി എന്ത് വിളിക്കാം? എനിക്ക് ഹീമോസീൽ എന്ന് വിളിക്കാം. കാരണം ബ്ലഡ് വന്ന് നിറയുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഹീമോ എന്ന് കിടപ്പുണ്ട്. ഹീമോ എന്ന വാക്കിനർത്ഥം റിലേറ്റഡ് ടു ബ്ലഡ്. ഹീമോ എന്ന വാക്ക് ആരുമായിട്ട് കണക്ട് ചെയ്തോണം? ബ്ലഡുമായിട്ട് കണക്ട് ചെയ്തോണം. ഇൻ ദിസ് ക്യാവിറ്റി ദ ഹീമോ ലിംഫ് ഡയറക്ട്ലി ബാത്ത് ദി ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ്. ഈ ബ്ലഡിന് പകരമുള്ള ആ ഒരു ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് ഹീമോലിംഫ് കേട്ടോ. ബ്ലഡ് തന്നെയാണെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ലോവർ ലെവൽ ഓഫ് ഓർഗാനിസംസിന് ബ്ലഡ് എന്ന രീതിയിൽ നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഈ റെഡ് കളറിൽ RBC മറ്റൊക്കെ ഉള്ള ആ ഒരു രീതി ആയിരിക്കില്ല ലോവർ ലെവൽസ് ഓഫ് ഓർഗാനിസംസിൽ. അതുകൊണ്ടാണ് അതിന് വേറൊരു പേര് കൊടുത്തത് ഹീമോലിംഫ്. അപ്പോൾ ഈ ഒരു ക്യാവിറ്റിയിൽ ഈ ഹീമോലിംഫ് directly baths the organs and tissues, allowing for the direct exchange of nutrients and waste products. ഞാൻ നേരത്തെ പറയാം, ഓർഗൻസ് ബ്ലഡിൽ കുളിച്ച് കിടക്കണ മാതിരി. ബ്ലഡ് അല്ലാന്നുണ്ടെങ്കിൽ ഹീമോലിംഫിൽ കുളിച്ച് കിടക്കുന്ന മാതിരി. ഇപ്പോൾ മനുഷ്യൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. മനുഷ്യൻ്റെ അകത്ത് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നതിനും
പ്രത്യേക ചാനലുകൾ ഇല്ലാതിരുന്നുവെങ്കിൽ മനുഷ്യനും ഒരു ഓപ്പൺ സർക്കുലേറ്ററിയുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിരുന്നേനെ എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിൽ ഈ ഹീമോലിംഫ് ദെൻ റിട്ടേൺസ് ടു ദി ഹാർട്ട് ത്രൂ ഓപ്പണിങ്സ് കോൾഡ് ഓസ്റ്റിയ എന്ന് പറഞ്ഞു വെച്ചിരുന്നാൽ മതി. വളരെ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല ഈ ഓപ്പൺ സർക്കുലേഷൻ ഇസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ് ടു അസ്. നമുക്ക് ക്ലോസ്ഡ് ആണ് വേണ്ടത്, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കുക. ഹീമോലിംഫ് തിരിച്ച് ഹാർട്ടിലേക്ക് റിട്ടേൺ ചെയ്യുന്ന ഓപ്പണിങ്ങുകളെ വിളിക്കുന്ന പേരാണ് ഓസ്റ്റിയ എന്നറിഞ്ഞിരിക്കുക. ദിസ് സിസ്റ്റം ഈസ് ലെസ് എഫിഷ്യൻറ്റ് ദാൻ എ ക്ലോസ്ഡ് സിസ്റ്റം ബിക്കോസ് ബ്ലഡ് ഫ്ലോ ഈസ് സ്ലോവർ ആൻഡ് കനോട്ട് ബി ഡയറക്റ്റഡ് ടു സ്പെസിഫിക് ടിഷ്യൂസ്. ശരിയല്ലേ? കാരണം എനിക്ക് ഒരിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ ഒരു ബ്ലഡ് ഫ്ലോ എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാ ഓർഗൻസും ഒരുമിച്ച് ബ്ലഡ് കുളിച്ച് കിടക്കുന്ന മാതിരിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സ്ലോവറാണ്, എഫിഷ്യൻ്റ് അല്ല. അത് മാത്രമല്ല നമുക്ക് സ്പെസിഫിക് ടിഷ്യൂസിനെ അഡ്രസ്സ് ചെയ്ത് ബ്ലഡ് ഫ്ലോ കൊടുക്കാൻ സാധിക്കത്തുമില്ല. So the open circulatory system are common in invertebrates such as arthropods, നമ്മുടെ ഇൻസെക്റ്റുകളിലും മറ്റുമൊക്കെ, ആൻഡ് മോസ്റ്റ് mollusks. ഈ സ്നെയിൽസ് ഒക്കെ അല്ലേ ഷെൽഡ് ആയിട്ടുള്ള മൊളസ്ക്സ് എന്ന് പറയുന്ന മൊളസ്ക കാറ്റഗറിയിൽ വരുന്ന ആനിമൽസ്. ആന്ത്രോപോഡുകളിലും മൊളസ്കുകളിലും ഒക്കെയാണ് ആരെ കാണുക? ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം കാണുക എന്നുള്ളതാണ്. ഹയർ ഗ്രേഡിയൻറ്റ് അല്ലെങ്കിൽ ഹയർ ലെവൽസ് ഓഫ് ഓർഗാനിസങ്ങളിലേക്ക് വരുമ്പോൾ ആരുണ്ടാവില്ല? ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ടാകാനുള്ള സാധ്യത തീരെ കുറവാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. തീരെ കുറവല്ല, ഉണ്ടാവില്ല. ഓക്കെ, റൈറ്റ്. രണ്ടാമത്തെ ആൾ ക്ലോസ്ഡ് സർക്കുലേഷൻ. ഇപ്പോൾ ഓപ്പൺ സർക്കുലേഷൻ എന്താണ് എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ദെൻ വാട്ട് വുഡ് ബി ദി ക്ലോസ്ഡ് സർക്കുലേഷൻ? കൃത്യമായ ബ്ലഡ് വെസലുകളിലൂടെ അല്ലെങ്കിൽ നിർദ്ദിഷ്ടമായിട്ടുള്ള ചാനലുകളിലൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യാനുള്ള പാത്ത് വേകളിലൂടെ തന്നെ കൃത്യമായി ബ്ലഡ് ഫ്ലോ ചെയ്ത് പോകുന്ന കണ്ടീഷൻ ഉള്ള സർക്കുലേറ്ററി സിസ്റ്റം ആയിരിക്കും ക്ലോസ്ഡ് സർക്കുലേഷൻ. കൃത്യമായ ക്ലോസ്ഡ് ആയിട്ടുള്ള പൈപ്പുകളിലൂടെ ആര് പോകുന്നേ? ബ്ലഡ് ഇവിടെ ഒഴുകി പോകുന്നത് അല്ലേ? ആ പൈപ്പുകളുടെ പേരാണ് ബ്ലഡ് വെസൽസ്. ഉദാഹരണത്തിന് ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലറീസ് എക്സെട്ര. ഇത് ഓരോന്നിനും ഓരോ പണിയുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ പഠിക്കാം. ദി ഹാർട്ട് പമ്പ് ബ്ലഡ് ത്രൂ ദിസ് നെറ്റ്വർക്ക് എൻഷുറിംഗ് ദാറ്റ് ബ്ലഡ് ആൻഡ് ഇൻറ്റസ്റ്റിനൽ ഫ്ലൂയിഡ് റിമെയിൻ സെപ്പറേറ്റ്. ശരിയല്ലേ? ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് നമ്മുടെ ബോഡിക്കകത്തുള്ള മറ്റ് ഫ്ലൂയിഡുകളും മറ്റ് കാര്യങ്ങളും എല്ലാം ബ്ലഡിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യപ്പെട്ട് നിൽക്കുന്നുണ്ടെന്നുള്ള ഉറപ്പാവില്ലേ? കാരണം ബോഡിക്കകത്ത് മൊത്തത്തിൽ ഒരു സർക്കുലേഷനാണ്, ബ്ലഡ് മൊത്തത്തിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ബോഡിയിലുള്ള മറ്റ് ഫ്ലൂയിഡുകളുമായിട്ട് ഇയാൾ എന്ത് ചെയ്യാം? മിക്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡുകളിലും അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള മറ്റ് ഫ്ലൂയിഡുകളും ബ്ലഡുമായിട്ടൊക്കെ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ വരുമോ? കണക്ഷൻ വരില്ല. ബ്ലഡിന് പോകാൻ ബ്ലഡിൻ്റേതായ ഒരു കൃത്യമായ ചാനൽ അല്ലെങ്കിൽ ഒരു പാത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. Nutrients, gases and wastes are exchanged between the blood and body tissues through the thin walls of the capillaries. Capillariesൻ്റെ വളരെ എന്താ പറയുക തിന്നായിട്ടുള്ള വളരെ കനം കുറഞ്ഞ വാൾസിലൂടെ എന്ത് എക്സ്ചേഞ്ച് നടക്കും? ഓസ്മോസിസ് എന്നൊക്കെ പറയുന്ന പ്രോസസ്സുകൾ വഴിയുമൊക്കെ ആയിട്ട് എന്ത് നടക്കാറുണ്ട്? ഈ എക്സ്ചേഞ്ചുകൾ നടക്കാറുണ്ട്. വേസ്റ്റ് ആയിക്കോട്ടെ, ന്യൂട്രിയൻസ് ആയിക്കോട്ടെ, ഗ്യാസസ് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ച് ആയിക്കോട്ടെ, ഇതെല്ലാം കാപ്പിലറികളിലൂടെ നടക്കാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, so this system actually is more efficient because this allows a higher blood pressure and faster. കൂടുതൽ ബ്ലഡ് പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല കുറച്ചുകൂടി ഫാസ്റ്റർ ആയിരിക്കും, ധാരാളം കൺട്രോൾ ഉണ്ടാവും. അതുപോലെ നേരത്തെ പറഞ്ഞ ഡിഫക്റ്റിനെ ഇവിടെ പരിഗണിക്കുന്നുണ്ട്. എന്താ? സ്പെസിഫിക് ആയിട്ടുള്ള ഓർഗനുകളെ അല്ലെങ്കിൽ ടിഷ്യൂകളെ ടാർഗറ്റ് ചെയ്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റും. എല്ലാ വെർട്ടിബ്രേറ്റ്സിനും, ഫിഷ്, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ്, അതുപോലെ സം invertebrates like earth worm have closed circulatory system കേട്ടോ. അപ്പോൾ ഇൻവെർട്ടിബ്രേറ്റ്സ് ആയിട്ടുള്ള എർത്ത് വേം ഒക്കെ പോലുള്ള ആൾക്കും എന്തുണ്ട്? ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്. ഒട്ടുമുക്കാൽ വെർട്ടിബ്രേറ്റ്സിന് എല്ലാത്തിനും എന്ത് തന്നെയാണ്? ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അതാണ് ഹയർ ലെവൽ ഓഫ് ഓർഗാനിസംസിനെല്ലാം ഇത് തന്നെയാണ് എന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ, സോ വൺ തിങ് ഹാസ് അണ്ടർസ്റ്റുഡ്, ഹ്യൂമൻ സർക്കുലേഷൻ ഈസ് ക്ലോസ്ഡ്. ഹ്യൂമൻ സർക്കുലേഷൻ ഈസ് എ ക്ലോസ്ഡ് സർക്കുലേഷൻ. അപ്പോൾ ഒരെണ്ണം പഠിച്ചു. ഹ്യൂമൻ സർക്കുലേഷൻ എന്താണ്? ഒരു ക്ലോസ്ഡ് സർക്കുലേഷനാണ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ക്ലോസ്ഡ് സർക്കുലേഷൻ. അതെന്ത് മാത്രമല്ല, ഒരു ക്ലോസ്ഡ് സർക്കുലേഷൻ മാത്രമല്ല, അതിന് മറ്റൊരു വിശേഷണം കൂടി കൊടുക്കാൻ പറ്റും. എന്താണ് ആ വിശേഷണം? ഡബിൾ സർക്കുലേഷൻ. എന്ത് സർക്കുലേഷൻ എന്ന് വിളിക്കാം? ഡബിൾ സർക്കുലേഷൻ. ദ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ബോത്ത് ക്ലോസ്ഡ് ആസ് വെൽ ആസ് ഡബിൾ സർക്കുലേഷൻ ഇൻ നേച്ചർ. അത് ഡബിൾ സർക്കുലേഷൻ എന്നും പറയാം, ക്ലോസ്ഡ് സർക്കുലേഷൻ എന്നും പറയാമെന്ന് മനസ്സിലാക്കുക. ക്ലോസ്ഡ് സർക്കുലേഷൻ എങ്ങനെ പറഞ്ഞു എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ യു നോ ദാറ്റ് ഫാക്ട്. Now when it comes to ഡബിൾ സർക്കുലേഷനിലേക്ക് പോകുമ്പോൾ എങ്ങനെ സംഭവിച്ചു നോക്കിക്കേ. ഡബിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഇവിടെ 2 തവണ സർക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിടത്തുനിന്ന് തുടങ്ങി തിരിച്ച് അവിടേക്ക് തന്നെ എത്തുന്ന പ്രോസസ്സിനെയല്ലേ നമ്മളൊരു സൈക്കിൾ അല്ലെങ്കിൽ ഒരു സർക്കുലേഷൻ എന്ന് പറയാം. ഇവിടെ നിന്ന് ബ്ലഡ്
മുകളിലേക്ക് പോയി കറങ്ങി തിരിച്ച് അവിടെ തന്നെ വരുവാണെങ്കിൽ ഒരു സർക്കുലേഷൻ, ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ ബ്ലഡ് ഇവിടെ തുടങ്ങി മറ്റു സ്ഥലങ്ങളിലെല്ലാം പോയി തിരിച്ച് വീണ്ടും ഹാർട്ടിലേക്ക് എത്തുകയാണ്. ഇത് രണ്ടാമത്തെ സർക്കുലേഷൻ, ശരിയല്ലേ? ഇങ്ങനെ 2 തവണ ബ്ലഡിലൂടെ ഹാർട്ടിലൂടെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന കോൺസെപ്റ്റ് അധിഷ്ഠിതമാക്കിയിട്ടാണ് ഹ്യൂമൻ ഹാർട്ടിൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ എന്ത് വിളിക്കുന്നത്? ഡബിൾ സർക്കുലേഷൻ എന്ന് വിളിക്കുന്നത് മനസ്സിലാക്കുക. പിടികിട്ടിയോ? സോ ദിസ് ഇസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഡബിൾ സർക്കുലേഷൻ. ഈ ഡബിൾ സർക്കുലേഷൻ്റെ ഭാഗമായിട്ട് ആരൊക്കെ വരുന്നുണ്ട്? ഒന്ന് പൾമനറി സർക്കുലേഷൻ. ഒന്ന് ഏതാ മക്കളെ? ഒന്ന് പൾമനറി സർക്കുലേഷൻ. 2 സിസ്റ്റമിക് സർക്കുലേഷൻ. രണ്ടെന്താണ്? സിസ്റ്റമിക് സർക്കുലേഷൻ. 2 സിസ്റ്റമിക് സർക്കുലേഷൻ. സോ ഈ 2 സർക്കുലേഷനുകൾ മീൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഹാർട്ടിലേക്ക് 2 തവണ ബ്ലഡ് പാസ് ചെയ്ത് പോകുന്നുണ്ട് നമ്മൾ പറഞ്ഞു. അതായത് ഹാർട്ടിൽ നിന്ന് ഒരു സർക്കുലേഷൻ കഴിഞ്ഞ് തിരികെ എത്തുന്നു, രണ്ടാമതൊരു സർക്കുലേഷൻ കൂടെ കഴിഞ്ഞ് തിരികെ എത്തുന്നു. അങ്ങനെ 2 തവണ ഹാർട്ടിലൂടെ ബ്ലഡ് പാസ് ചെയ്ത് പോകുന്ന കണ്ടീഷൻ പറയുന്നുണ്ട്. അതിലൊന്ന് പൾമനറി സർക്കുലേഷൻ, ഒന്ന് സിസ്റ്റമിക്. ദ ടേം പൾമനറി ഈസ് അസോസിയേറ്റഡ് ടു വാട്ട്? എന്തുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് പൾമനറി? നമ്മൾ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടും പഠിക്കും. അതുപോലെ പൾമനറി എന്ന വാക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു വെച്ചാൽ ലങ്സ്. പൾമനറി ഈസ് അസോസിയേറ്റഡ് വിത്ത് ലങ്സ്. ശ്വാസകോശ സംബന്ധമായ പ്രയോഗമാണ് പൾമനറി. അപ്പോൾ പൾമനറി സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞോണം. ഈ നമ്മുടെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിനകത്ത് ഉണ്ടാകുന്നുണ്ട്, അത് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് അറിയാം. അതെവിടെ വെച്ചാൽ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്? ലങ്സിൽ വെച്ചിട്ടാണ്. കാരണം നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഓക്സിജൻ കൊണ്ടുപോകുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചു കൊണ്ടുവരുന്നത് ആരാ? തിരിച്ചു കൊണ്ടുവരുന്നത് ലങ്സ് അല്ലേ മക്കളെ? അതുകൊണ്ട് ലങ്സിൽ വെച്ചാണ് അത് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എസെൻഷ്യലി ബ്ലഡിന് എങ്ങോട്ടേക്കൊരു യാത്ര പോകേണ്ടി വരും? ലങ്സിലേക്കൊരു യാത്ര പോകേണ്ടി വരും. ആ സമയത്ത് വേറെ ഡീവിയേഷൻസ് ഒന്നുമില്ല, ഒരൊറ്റ ഡെസ്റ്റിനേഷനേ ഉള്ളൂ. ഹാർട്ടിൽ നിന്ന് നേരെ ലങ്സിൽ പോകുന്നു, ലങ്സിൽ ചെന്ന് കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങോട്ട് കൊടുത്ത് ഓക്സിജൻ ഇങ്ങോട്ടെടുത്ത് തിരിച്ച് ഹാർട്ടിലേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെ ലങ്സിലേക്ക് പോയി, ഹാർട്ടിൽ നിന്ന് ലങ്സിലേക്ക് പോയി തിരികെ ഹാർട്ടിലേക്ക് വരുന്ന ആ ഒരു സർക്കുലേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൾമനറി സർക്കുലേഷൻ എന്ന രീതിയിൽ പേരിട്ട് വിളിക്കുന്നതെന്നറിയാം.